ദാറ്റ് ചാപ്റ്റർ ഈസ് ക്ലോസ്ഡ്. ഞാൻ ഇനി അതിനെക്കുറിച്ച് സംസാരിക്കില്ല. അത് പാർട്ടി തീരുമാനമെടുത്ത് നിങ്ങളെല്ലാവരും അറിയിച്ചു. നിലപാടുകൾ എടുക്കുന്ന ആളുകളെ വിമർശിക്കാൻ പറ്റുള്ളൂ. കേരളം മുഴുവൻ അലയടിച്ച് എൻ്റെ മുമ്പിലേക്ക് വന്നാലും എൻ്റെ ബോധ്യങ്ങളിൽ നിന്ന് ഞാനെടുത്ത നിലപാടിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. ഞാൻ പക്ഷേ ആ തീരുമാനത്തിൻ്റെ ഉത്തരവാദിത്വം കൂടി ഞാൻ ഏറ്റെടുക്കുന്നു. ആ തീരുമാനത്തിൽ നിന്ന് അണുവിട വ്യതിചലിക്കില്ല. അത് നിലപാടാണ്. നിലപാടുകൾ എടുക്കുമ്പോൾ എതിർപ്പുകളുണ്ടാവും. ഇഷ്ടമില്ലാത്ത ആളുകൾ എതിർക്കും. അതൊന്നും കാര്യമില്ല. മുതിർന്ന നേതാക്കൾക്ക്, കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ, അവരെല്ലാവരും കൂടി ഒരുമിച്ചെടുത്ത ഏകകണ്ഠമായ ഒരു തീരുമാനം, ആ തീരുമാനം 100% അത് ശരിയാണ് എന്ന് ഉറപ്പിച്ചു പറയുന്ന ഒരാളാണ് ഞാൻ. നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നതൊന്നുമല്ല കോൺഗ്രസ് ജീവിക്കുന്നത് സോഷ്യൽ മീഡിയയിലല്ല, റീലുകളിലും അല്ല കോൺഗ്രസ് ജീവിക്കുന്നത് ജനമനസ്സുകളിലാണ്. ആ കോൺഗ്രസിന് വേണ്ടി സർവ്വതും സമർപ്പിക്കുന്ന ധീരന്മാർ. ആ അധ്യായം അടഞ്ഞ അധ്യായമാണ്. അതായത് അത് കഴിഞ്ഞു പോയി, ഇനി അതിൽ ചർച്ചയില്ല, നിലപാടുകളിൽ മാറ്റമില്ല എന്ന് കാർക്കശ്യത്തോടു കൂടി തുറന്നടിക്കുകയാണ് വി ഡി സതീശൻ. ഇനി ഇതിലൊരു ചർച്ചയില്ല, ഇനി ഈ എടുത്തിരിക്കുന്ന നിലപാടുകളിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് തുറന്നടിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങളല്ല രാഹുൽ മാങ്കൂട്ടത്തിനെ ഏറ്റവും അധികം പ്രതിസന്ധിയിലാക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രതിസന്ധിയിലാക്കുന്നതും നിരാശയിലാക്കുന്നതും അയാളെ സങ്കടപ്പെടുത്തുന്നതുമായ കാര്യം എന്ന് പറയുന്നത് വി ഡി സതീശന്റെ ഈ ഉറച്ച നിലപാടാണ്. ഒരു അണുകിട പുറകോട്ട് പോവാൻ വി ഡി സതീശൻ തയ്യാറല്ല എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയകളിലും പൊതുമധ്യത്തിലും രാഹുലിന് വേണ്ടി മുറവിളികൾ ഉയരുന്നുണ്ടെങ്കിലും വി ഡി സതീശൻ തന്റെ നിലപാടിൽ നിന്ന് പുറത്തോട്ട് പോകില്ല, പിറകോട്ട് പോകില്ല, പിന്തിരിയില്ല എന്നുള്ളതാണ് വി ഡി സതീശൻ ആവർത്തിച്ച് പിന്നെയും പറയുകയാണ്. കഴിഞ്ഞ ദിവസം കണ്ടപ്പോ അദ്ദേഹം പറഞ്ഞതാണ്, ഈ അധ്യായം അടഞ്ഞ അധ്യായമാണ്, ഇതിൽ നിലപാട് എടുത്തു കഴിഞ്ഞു, ഇനി അതിൽ ചർച്ചയില്ല എന്ന് അദ്ദേഹം പറഞ്ഞതാണ്. വീണ്ടും ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളുടെ മുന്നിൽ പറയുന്നു, ചാപ്റ്റർ ഈസ് ക്ലോസ്ഡ്, തീർന്നു, രാഹുൽ മാങ്കൂട്ടം ഇനി ഇല്ല, അദ്ദേഹത്തിനെതിരെ എടുത്തിരിക്കുന്ന നിലപാടുകളിൽ യാതൊരുവിധ മാറ്റവുമില്ല. അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്, സോഷ്യൽ മീഡിയകളിലും റീലുകളിലും കാണുന്നതല്ല കോൺഗ്രസ്. എനിക്ക് തോന്നുന്നു ആ പറഞ്ഞ ഒരു സെന്റൻസ് അത് രാഹുൽ മാങ്കൂട്ടത്തിനുള്ള താക്കീതാണോ എന്ന് കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോ ഈ 20-ാം തീയതി ആരോപണങ്ങൾ ഉയരുന്നു. 24-ാം തീയതി ആദ്യ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത് 24-ാം തീയതിയാണ്. അതായത് അദ്ദേഹം രാജി പ്രഖ്യാപിച്ചതിന് രാജി പ്രഖ്യാപിക്കുന്നതിന്റെ തൊട്ട് മുൻപാണ് അദ്ദേഹം ആ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് പങ്കുവെക്കുന്നത്. അത് രാഹുൽ ഗാന്ധിയെ കുറിച്ചുള്ള ഒരു ഫേസ്ബുക്ക് കുറിപ്പായിരുന്നു. അത് കഴിഞ്ഞിട്ട് 10 ദിവസം കഴിഞ്ഞിട്ട് അദ്ദേഹം തൃശ്ശൂരിലെ ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് ആയിട്ടുള്ള സുജിത്തിന് നേരിടേണ്ടി വന്ന ആ ഒരു 3-ാം മുറയെ, ആ ഒരു അതിക്രൂരമായ മർദ്ദനത്തെ കുറിച്ച് ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു. അത് കഴിഞ്ഞിട്ട് തിരുവോണ നാളിൽ അദ്ദേഹം തിരുവോണാശംസകളും നേർന്നുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കുറിപ്പ് പങ്കുവച്ചു. ഇത്തരത്തിൽ 3 പോസ്റ്റുകളാണ് ഈ ആരോപണങ്ങൾ ഉയർന്നതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ കുറിച്ചത്. ഈ കുറിച്ച ഫേസ്ബുക്ക് പോസ്റ്റുകളെല്ലാം അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ള, സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം ഇടപെടാൻ പാടില്ലായിരുന്നു എന്നുള്ള ഒരു ചർച്ച കോൺഗ്രസ് നേതാക്കന്മാർക്കിടയിൽ നടക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിലും രാഹുൽ അത് ചെയ്തത് തന്റെ പിന്തുണ അത് എത്രത്തോളം ഉണ്ട് ഇപ്പോഴും എന്ന് ബാക്കിയുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് എന്നും വാദിക്കുന്നവരും ഈ കോൺഗ്രസ് നേതാക്കന്മാരുടെ കൂട്ടത്തിലുണ്ട്. അതിനെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പൊ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത്, സോഷ്യൽ മീഡിയകളിലും റീലുകളിലും കാണുന്നതല്ല കോൺഗ്രസ് എന്ന് പറയുന്നത് ജനങ്ങളുടെ ഹൃദയങ്ങളിലാണെന്ന് പറഞ്ഞു വെക്കുകയും അതോടൊപ്പം അദ്ദേഹം പറയുന്നു, ഈ കേരളക്കര ഒന്നടങ്കം പ്രതിഷേധിച്ചാലും എതിർ സ്വരങ്ങൾ ഉയർത്തിയാലും താൻ എടുത്ത നിലപാടുകൾ അത് തന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, അത് കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ആലോചിച്ചെടുത്ത, ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമാണ്. അതുകൊണ്ട് ആ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് മാത്രമല്ല, താനാണ് ഈ തീരുമാനത്തിന്റെ അനന്തരഫലം, അത് നെഗറ്റീവ് ആവട്ടെ പോസിറ്റീവ് ആവട്ടെ, എന്തൊക്കെയാണെങ്കിലും ഈ തീരുമാനത്തിന്റെ ഉത്തരവാദി, ഇങ്ങനെ ഒരു നിലപാടെടുത്തതിന്റെ അനന്തരഫലം അത് എങ്ങോട്ട് പാർട്ടിയെ കൊണ്ടുപോയാലും അതിന്റെ ഒക്കെ ഉത്തരവാദിത്വം തനിക്ക് മാത്രമാണെന്ന് കൂടി പറഞ്ഞു വെക്കുന്നു വി ഡി സതീശൻ. ഈ കാർക്കശ്യ നിലപാടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ വല്ലാതെ തളർത്തുന്നത് എന്നുള്ളതാണ് ഇപ്പോ പുറത്തു വരുന്ന സൂചനകൾ. അതോടൊപ്പം തന്നെ ഇപ്പോ ചില റൂമറുകൾ പരക്കുന്നുണ്ട്. ഞാൻ ആദ്യമേ പറയുന്നു,
ചില റൂമറുകളാണ് ഈ പുറത്തു വരുന്നത്. അത് എത്രത്തോളം വിശ്വാസ്യതയിൽ എടുക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരുവിധ ഉറപ്പുമില്ല. എന്നിരുന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം ആ റൂമറുകൾ എന്ന് പറയുന്നത്, ഞാൻ ആ സോഴ്സ് വെളിപ്പെടുത്തുന്നില്ല, എവിടുന്നാണ് ആ റൂമറുകൾ വന്നതെന്നും പറയുന്നില്ല, അതിന്റെ ഒരു എന്താ പറയേണ്ടത്, അതിന്റെ ഉള്ളറകളിലേക്ക് കയറി ചെല്ലാനും ഞാൻ ശ്രമിക്കുന്നില്ല. ആ റൂമറുകൾ വന്നിരിക്കുന്നത് വ്യക്തമാണ്, എനിക്ക് കാര്യങ്ങൾ വ്യക്തമാണ്. കാരണം ആ റൂമറുകൾ എനിക്ക് കിട്ടിയിരിക്കുന്നത് വേണ്ടപ്പെട്ട ആളുകളിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ട് ഞാനിപ്പോ വരും ദിവസങ്ങളിൽ മണിക്കൂറുകൾക്ക് ശേഷം അതിന്റെ കുറച്ചുകൂടി അതിന്റെ ഒരു ജെന്യൂനിറ്റി, അതിന്റെ ഒരു യാഥാർത്ഥ്യം എന്താണെന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് ചെന്ന ശേഷം ആ റൂമർ എക്സാക്ട്ലി എവിടുന്നാണ് കിട്ടിയത് എന്നും അതിന്റെ വിശദമായ കാര്യങ്ങളും ഞാൻ മണിക്കൂറുകൾക്ക് പിന്നീട് ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ അത് പുറത്തുവിടാം. ഇന്നിപ്പോൾ അത് പുറത്തുവിടാത്തത് അതിൻ്റെ ഒരു യഥാർത്ഥ്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളതിൽ എനിക്കൊരു ചെറിയൊരു സംശയം. ബട്ട് 99% എനിക്കതിൽ തർക്കവുമില്ല. ആ 1% മാത്രം എൻ്റെ മനസ്സിൽ ആ ഒരു സംശയം ഉള്ളത് കൊണ്ടാണ് ഞാൻ അതിൻ്റെ സോഴ്സോ കാര്യങ്ങളോ ഒന്നും പുറത്തുവിടാത്തത്. അത് മറ്റൊന്നുമല്ല, റൂമർ എന്ന് പറയുന്നത് അത് ചെറിയൊരു ചർച്ചകൾ നടക്കുന്നു. അടൂര് പത്തനംതിട്ട കേന്ദ്രീകരിച്ചും പാലക്കാട് കേന്ദ്രീകരിച്ചും ചെറിയ ചർച്ചകൾ നടക്കുന്നു. പത്തനംതിട്ടയിലുള്ള ചർച്ചകൾ എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ എതിർപക്ഷത്ത് നിൽക്കുന്ന ഒരു പാർട്ടിയാണെങ്കിൽ, പാലക്കാട് സ്വാഭാവികമായിട്ടും 2ാം സ്ഥാനത്ത് വന്ന പാർട്ടിക്കാരാണ് രാഹുലിന് വേണ്ടി ചരടുവലികൾ നടത്തുന്നത് എന്നുള്ളതാണ്. നമ്മൾ ഈ ആരോപണങ്ങൾ ഉയർന്നു വന്ന അതിന്റെ തുടക്കത്തിൽ കണ്ടതൊന്നുമല്ല കാര്യങ്ങൾ എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. എല്ലാവരും പ്രതീക്ഷിച്ചു ഈ പൊതുസമൂഹത്തിലും പൊതുമധ്യത്തിലും സോഷ്യൽ മീഡിയകളിലും ഒക്കെ ചർച്ചയുണ്ടായി, സതീശന്റെ നിലപാടിൽ മാറ്റങ്ങൾ ഉണ്ടാവും, സതീശൻ നിലപാട് മയപ്പെടുത്തും, രാഹുല് തിരിച്ചുവരവിന്റെ പാതയിലാണ് എന്നൊക്കെയുള്ള പ്രതീക്ഷകളും ചർച്ചകളും ഒക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടായതാണ്. ഇല്ലെന്ന് പറയുന്നില്ല, നമ്മൾ അടക്കം ആ കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. ബട്ട് ഇന്ന് രാവിലെ പോലും വി.ഡി. സതീശൻ മാധ്യമങ്ങളെ കണ്ട് മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ അത് കുറച്ച് കടന്ന കൈയാണ്. അതായത് രാഹുൽ എനിക്ക് കോൺഗ്രസിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എനിക്ക് കോൺഗ്രസിൽ ഉണ്ടാവില്ല എന്നുള്ള കാര്യം തന്നെയാണ് പറയുന്നു വെക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ റൂമറുകൾ പുറത്തു വരുന്നത്. വി.ഡി. സതീശൻ ചെറിയ ഒരു നിലപാടിൽ ഒരു മയമുണ്ടാകും. അദ്ദേഹം പാർട്ടിയിലേക്ക് തിരിച്ചു വന്നില്ലെങ്കിലും നിയമസഭാ സമ്മേളനത്തിലും പങ്കെടുക്കുകയും അദ്ദേഹത്തിന് ചെറിയ തോതിൽ ഒരു പാർട്ടി പിന്തുണയോട് കൂടി ഈ ഒരു 2 വർഷക്കാലം, ഇനി ബാക്കിയുള്ള ഒരു ടേം, ഇനി 2 വർഷക്കാലമില്ല, ഇനി ഒരു 8-9 മാസം, ഈ ഒരു 9 മാസക്കാലം പാർട്ടിയുടെ പിന്തുണയോട് കൂടി പാലക്കാട്ട് MLA ആയി തുടരാൻ സാധിക്കുമെന്ന് തന്നെയായിരുന്നു പ്രതീക്ഷ. അത്തരത്തിൽ ചില ചർച്ചകൾ, ചില ബോധ്യപ്പെടുത്തലുകൾ, സതീശന് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുള്ള ചില ചർച്ചകൾ നടക്കുകയും ചെയ്തിട്ടുണ്ട്. ബട്ട് എന്നിരുന്നാലും വി.ഡി. സതീശൻ ആ കാര്യങ്ങളിൽ പിന്നോട്ടില്ല എന്ന് മാത്രമല്ല, രാഹുൽ ഇനി ഇല്ല എന്ന് തീർത്ത് പറയുകയാണ് എന്ന് പറഞ്ഞാൽ ആ അധ്യായം അവിടെ ക്ലോസ് ചെയ്തു. ഇനി അത് റീഓപ്പൺ ചെയ്യുന്നതിനെ കുറിച്ചോ അതിലെടുത്ത തീരുമാനങ്ങളെ കുറിച്ചോ പുനർവിചിന്തനം നടത്താൻ തയ്യാറല്ലെന്ന് തന്നെ തുറന്നു പറയുമ്പോൾ രാഹുലിൻ്റെ ആണ് കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആവുന്നത്. രാഹുലിനെതിരെ ആരോപണങ്ങളിൽ രാഹുലിന് യാതൊരുവിധ ആശങ്കയുമില്ല. കാരണം അതിൽ നിയമാനുസൃതമായ ഒരു ഒഫീഷ്യൽ പരാതിയോ മറ്റുള്ളതോ തെളിവുകളോ ഒന്നും കണ്ടെത്താൻ പോലീസിനെ കൊണ്ടോ അന്വേഷണ ഉദ്യോഗസ്ഥർക്കോ സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യത്തിൽ അയാൾ സാറ്റിസ്ഫൈഡ് ആണ്. അയാൾക്ക് അതിൽ ഒരു യാതൊരുവിധ ആശങ്കയുമില്ല. ബട്ട് അയാളുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചുകൊണ്ട് വി.ഡി. സതീശൻ വീണ്ടും ആവർത്തിച്ച് പറയുക, ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്തതാണ്, ഇനി ഈ നിലപാടിൽ മാറ്റമില്ല, ഈ തീരുമാനത്തിൽ നിന്ന് പുറകോട്ടില്ല എന്ന് വി.ഡി. സതീശൻ തുറപ്പിച്ച് പറയുമ്പോൾ അത് രാഹുലിന്റെ ഭാവിയെ തന്നെ ബാധിക്കുമെന്നുള്ളതാണ്. ഇപ്പോ ഈ വന്നിരിക്കുന്ന റൂമർ അത് പ്രകാരം എനിക്ക് വിശ്വാസത്തിൽ എടുക്കാൻ കഴിയാത്തത്, ഒന്ന്, അപ്പുറത്ത് നിൽക്കുന്ന ആൾ രാഹുൽ മാങ്കൂട്ടത്തിലായതുകൊണ്ടാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടി വിട്ടിട്ട് മറ്റൊരു പാർട്ടിയിലേക്ക് ചേക്കേറുമെന്ന്, അതും CPM-ലേക്കോ BJP-യിലേക്കോ ചേക്കേറുമെന്നുള്ള കാര്യം ആലോചിക്കാൻ തന്നെ പറ്റുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾക്കത് സങ്കല്പിക്കാൻ പറ്റുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ BJP-യുടെയോ അതോ CPM-ന്റെയോ ഭാഗത്ത് പോയി നിന്ന് അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമോ എന്നുള്ള കാര്യം, അങ്ങനെ പ്രവർത്തിക്കുമെന്നുള്ള കാര്യം നമുക്കത് സങ്കല്പിക്കാൻ കഴിയുന്നില്ല.
അവിടെയാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, ഈ കിട്ടിയിരിക്കുന്ന ഒരു ന്യൂസ് എന്ന് പറയുന്നത് അത് റൂമറാണ്. അതിന്റെ കാര്യത്തിൽ അത്ര ക്രെഡിബിലിറ്റി എനിക്ക് പറയാൻ ടൈമായിട്ടില്ല. ഞാൻ അതിനെക്കുറിച്ച് അന്വേഷണങ്ങൾ നടത്തുകയാണ്. ആ അന്വേഷണങ്ങൾക്കൊടുവിൽ നാളെ രാവിലെ, നാളെ ഉച്ചയ്ക്ക് മുമ്പായിട്ട് ഈ കാര്യങ്ങളിൽ ഒരു തീരുമാനം ഞാൻ പറയുന്നതായിരിക്കും. അപ്പോ അത് കേട്ടപ്പോൾ തന്നെ മനസ്സിൽ വല്ലാത്തൊരു ചങ്കിടിപ്പാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു നേതാവ്, അയാൾ പാർട്ടിയിൽ ഇല്ലെങ്കിൽ പോലും അയാൾ CPM-ന്റെയോ BJP-യുടെയോ കൂടെ ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഗതികേട് ഉണ്ടായി കഴിഞ്ഞാൽ അത് രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു തർക്കമായിരിക്കും. അത് അയാളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ക്ഷീണമായിരിക്കും. ബട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ കണക്ക് കൂട്ടുന്നത് കോൺഗ്രസിലേക്ക് തിരിച്ചു വരാൻ കഴിയുമെന്നായിരുന്നു അയാളുടെ കണക്കുകൂട്ടൽ. ആ ഒരു കണക്കുകൂട്ടലുകൾ തെറ്റിയിരിക്കുന്നു. അവസാന പ്രതീക്ഷയും മങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് കാര്യങ്ങൾ നടന്നു പോകുന്നത് എന്നുള്ള ഒരു വ്യക്തമായ സൂചനകളാണ് ലഭിക്കുന്നത്. പത്തനംതിട്ടയിൽ റാന്നിയിൽ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ റാന്നിയിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായിക്കൊണ്ട് അദ്ദേഹം മത്സരിച്ചേക്കുമെന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. അതേപോലെ തന്നെ പാലക്കാട് BJP-യുടെ സ്ഥാനാർത്ഥിയായിട്ടും മത്സരിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇങ്ങനെ 2 പ്രപ്പോസലുകൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുന്നിൽ വന്നിരിക്കുകയാണ്. ഈ 2 പ്രപ്പോസലുകളെ കുറിച്ചും ആധികാരികമായിട്ട് രാഹുലിന് കിട്ടിയിരിക്കുന്ന ഇത്തരത്തിലുള്ള പ്രപ്പോസലുകളെ കുറിച്ച് രാഹുലിന്റെ ഭാഗം എന്താണെന്നോ രാഹുൽ എന്താണ് പറഞ്ഞതെന്നോ നമുക്ക് വിശദമായ വിവരം ലഭിച്ചിട്ടില്ല. ബട്ട് ഈ 2 പ്രപ്പോസലുകൾ അത് രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. റാന്നിയിൽ ഒന്നില്ലെങ്കിൽ പത്തനംതിട്ട റാന്നിയിൽ CPM-ന്റെ സ്ഥാനാർത്ഥി, LDF സ്ഥാനാർത്ഥി, അതല്ലെങ്കിൽ CPM-ന്റെ പിന്തുണയോടുകൂടി LDF-ന്റെ സ്ഥാനാർത്ഥി, അതല്ലെങ്കിൽ ആ ഒരു പ്രപ്പോസൽ. പിന്നെ ലഭിച്ചിരിക്കുന്ന മറ്റൊരു പ്രപ്പോസൽ എന്ന് പറയുന്നത് പാലക്കാട് BJP-യുടെ സ്ഥാനാർത്ഥിയായിട്ട് പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ പാലക്കാട് BJP-യുടെ NDA-യുടെ സ്ഥാനാർത്ഥിയായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കുമെന്നുള്ളതാണ്. മത്സരിപ്പിക്കാം. അത്തരത്തിൽ കൂടെ വരികയാണെങ്കിൽ ഈ 2 ഓഫറുകൾ, ഈ 2 പ്രപ്പോസലുകളാണ് രാഹുലിന് മുന്നിൽ എത്തിയിരിക്കുന്നത്. അതും ഇന്ന് ഉച്ചയോടെ എത്തിയ പ്രപ്പോസലുകളാണ്. അതായത് VD സതീശന്റെ ഈ വാർത്താ സമ്മേളനം കഴിഞ്ഞു. അദ്ദേഹം ചാപ്റ്റർ ക്ലോസ് ആണ്, ഇനി ആ കാര്യത്തിൽ മാറ്റമില്ല, തീരുമാനങ്ങളിൽ മാറ്റമില്ല എന്ന് അദ്ദേഹം പറഞ്ഞതിന് ശേഷം ഇന്ന് ഉച്ചയ്ക്ക് അടൂരിലെ വീട്ടിൽ ചില നേതാക്കൾ അദ്ദേഹത്തെ വന്ന് കണ്ടിട്ടുണ്ട്. ആ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ സംസാരിച്ചതിന്റെ കാര്യങ്ങളാണ്. ബട്ട് രാഹുലിന്റെ ഭാഗത്ത് നിന്ന് ഇതിനെന്താണ് മറുപടി കൊടുത്തത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല. എന്താണെങ്കിലും ഇങ്ങനെ ഒരു ചർച്ച അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോ ഇനിയിപ്പോൾ അറിയേണ്ടത് അതാണ്. രാഹുൽ കോൺഗ്രസിൽ ഇല്ല എന്ന് തർക്കിച്ച് അത് ശങ്കയില്ലാതെ VD സതീശൻ പറഞ്ഞു വെക്കുമ്പോൾ രാഹുൽ ഇനി എവിടെ ഉണ്ടാകും? അത് CPM-ന്റെ ഭാഗത്തായിരിക്കുമോ അതോ NDA-യുടെ കൂടെ ആയിരിക്കുമോ എന്നുള്ള കാര്യമാണ് അറിയാൻ താല്പര്യപ്പെടുന്നത്.